തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ബി.ജെ.പി. സഖ്യത്തിൽ നടപടിയുമായി ഡി.സി.സി. മറ്റത്തൂരിലെ നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ആർക്കെതിരെയെല്ലാമാണ് നടപടിയെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള നടപടിയിൽ നിലവിൽ ഡി.സി.സി. ഇടപെട്ടിരിക്കുകയാണ്. അതായത് ഡി.സി.സി. നിലവിൽ 2 നേതാക്കൾക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത്. ഡി.സി.സി. ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് ഷാഫി എന്നിവർക്കെതിരെയാണ് നിലവിൽ നടപടി എടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം, അതായത് ഡി.സി.സിയിൽ കോൺഗ്രസ് UDF-ൽ നിന്ന് ഇന്ന് 8 മെമ്പർമാരാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു കൂട്ട രാജി ഉണ്ടായത്. ഈ 8 മെമ്പർമാരുടെ കൂട്ട രാജി മാത്രമല്ല, ഈ 8 മെമ്പർമാർ ഇത്തരത്തിൽ ബി.ജെ.പി. അംഗങ്ങളുടെ സഖ്യം ചേർന്നുകൊണ്ട് ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരം നിലനിർത്തി എന്നുള്ള ഒരു കാര്യം ആണ് പുറത്തു വന്നിരുന്നത്. അതായത് പാർട്ടിയെ ധിക്കാരപൂർവ്വം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ നടപടികൾക്കെതിരായിട്ട് ഒരു നടപടി ഉണ്ടായി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു നടപടി. ഈ 2 നേതാക്കൾക്കെതിരെയും നടപടി എടുത്തിട്ടുള്ളത്. പ്രധാനമായും ആ ഏരിയയിൽ, അതായത് മറ്റത്തൂരിൽ ചുമതലയുള്ള 2 നേതാക്കളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സംഭവത്തിന് ശേഷം ഡി.സി.സിയുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ 2 നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉണ്ടായ ഈ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ 8ഓളം വരുന്ന മെമ്പർമാർ, കോൺഗ്രസിലെ പഞ്ചായത്ത് മെമ്പർമാർ കൂറുമാറി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതും, അതുപോലെ തന്നെ ബി.ജെ.പിയുമായി സഖ്യം ചേർന്നതും ഇവരുടെ പിഴവ് മൂലമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലവിൽ 2 നേതാക്കൾക്കെതിരെയും ഡി.സി.സി. നടപടിയെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റത്തൂരിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. മറ്റത്തൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ 8 മെമ്പർമാർ പാർട്ടിയെ വഞ്ചിച്ചുവെന്നും അതുപോലെ തന്നെ വലിയ അനീതിയാണ് കാണിച്ചതെന്നുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധത്തിലായിരുന്നു ഈ മറ്റത്തൂരിലെ കോൺഗ്രസ് നേതൃത്വം. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ബി.ജെ.പി. അവിശുദ്ധ സഖ്യം ഇപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുകയാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.